السلام عليكم ورحمة الله وبركاته. الحمد لله ذي الجلال والإكرام، والصلاة والسلام على أشرف الأنام سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه الفخام. بسم الله الرحمن الرحيم. وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. صدق الله مولانا العلي العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ഓരോ ആയാത്തുകൾ, ഓരോ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറയുന്നിടത്ത് കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചും ആ കപ്പലിന്റെ സഞ്ചാരത്തെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യങ്ങളെ പറ്റിയും അതിൻ്റെ അത്ഭുതകരമായ സഞ്ചാരത്തെപ്പറ്റിയും ഒക്കെ ഓതിവെച്ച ആയത്ത് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിലെ പല സൂറത്തുകളിൽ നിന്നും നമ്മൾ പരതുകയും ചെയ്തു. അതിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖലഖനാ ലഹും മിൻ മിത്ലിഹി മാ യർകബൂൻ. കപ്പൽ പോലെ തന്നെ, കപ്പൽ മാത്രമല്ല, മനുഷ്യൻ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സഹായമെടുക്കുന്ന കപ്പൽ മാത്രമല്ല അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വാഹനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, മനുഷ്യൻ വാഹനം കയറാൻ ഏത് യന്ത്രങ്ങളൊക്കെ സഹായം തേടുന്നുണ്ടോ അതൊക്കെയും വഖലഖനാ ലഹും, മനുഷ്യർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു, മിൻ മിസ്ലിഹി മാ യർകബൂൻ, ഇതുപോലെ ഉള്ള വാഹനങ്ങളെ മനുഷ്യർക്ക് വേണ്ടി നാം സൃഷ്ടിച്ച് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. എന്നിട്ട് പറയുന്ന ആയത്താണ് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കപ്പലിന്റെ സഞ്ചാരം പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞു, ടൈറ്റാനിക് കപ്പലിനെ സംഭവിച്ചത് നമ്മൾ പറഞ്ഞു. അഹങ്കാരത്തോടുകൂടി പുറത്തിറക്കിയ കപ്പൽ അതതിന്റെ കന്നിയോട്ടത്തിൽ തന്നെ അത് മുങ്ങി നശിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എത്രയോ വീമ്പിളക്കിയവരാണവർ, എത്രയോ അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ ലോകത്തോട് മുഴക്കിയവരാണ്. ഇത് മുങ്ങില്ല, അത്രത്തോളം അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ നിർമ്മിച്ചതാണ്. ഒരു പഴുതും ഒരു കുറവും ഒരു ന്യൂനതയുമില്ലാതെ നിർമ്മിച്ച കപ്പലാണ്. ഇത് മുങ്ങില്ലെന്ന് അവർ എന്ത് ചെയ്തു? വെല്ലുവിളിച്ചുകൊണ്ട്, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറക്കിയതാണ്. അടുത്ത ആയത്ത് അതിന് മറുപടിയാണ്. എത്ര വെല്ലുവിളിച്ചുകൊണ്ട്? ആരോടാ വെല്ലുവിളിക്കുന്നത്? റബ്ബിനെയാണോ? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെയാണോ വെല്ലുവിളിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബിനെയാണോ വെല്ലുവിളിക്കുന്നത്? കഴിയില്ല. പരിശുദ്ധമായ ഖുർആൻ, فلا صريخ لهم ولا هم ينقذون. വല്ലാത്തൊരായത്താണ്. وإن نشأ نغرقهم, നാം ഒന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, وإن نشأ, നാം ഒന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, نغرقهم, അവരെ മുക്കിക്കൊല്ലാൻ നമുക്ക് കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. കണ്ടോ, അല്ലാഹു തആലക്കറിയാം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, കടന്നുകയറ്റം ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വയമേ അവർ വാദിക്കും, എന്റെ കഴിവ് കൊണ്ടാണ്. ഓരോ ശാസ്ത്രജ്ഞന്മാരും
ഓരോ കണ്ടുപിടുത്തക്കാരും പറയും ഞങ്ങളുടെ കണ്ടുപിടുത്തം കൊണ്ടാണ് ഇത് ഇത്രത്തോളം എഫക്റ്റീവായത്, അല്ലെങ്കിൽ ഇത്രത്തോളം വിജയം പ്രാപിച്ചെന്ന് ഓരോരുത്തരും പറയുമെന്നറിയാം. അല്ലെങ്കിൽ അവരോടൊപ്പം മനുഷ്യ കഴിവിലേക്ക് ശ്രദ്ധകളെ കൊണ്ടുപോകുമെന്ന് റബ്ബിനറിയാം. യുക്തി ചിന്താഗതികൾ വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകും. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബിനെ വില കുറച്ച് കാണുമെന്ന് അള്ളാഹു മുൻകൂട്ടി കണ്ടു. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതി വെച്ചത്. നാം ഒന്ന് ഉദ്ദേശിച്ചാൽ നുഗ്രിക്കുഹും, അവരെ നാം മുക്കിക്കൊല്ലുക തന്നെ ചെയ്യും. എന്ത് വാക്കാ! ഫലാ സ്വരീഖ ലഹും, അങ്ങനെ അവരെ ആ കപ്പലുകളെ മുക്കിക്കളഞ്ഞാൽ, ആ കപ്പലുകളെ മുക്കിക്കൊല്ലാൻ, അല്ലെങ്കിൽ കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകളെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? ഫലാ സ്വരീഖ ലഹും, അവരുടെ നിലവിളി പോലും കേൾക്കാൻ കഴിയില്ലെന്നാണ്. ഫലാ സ്വരീഖ ലഹും, അവരുടെ നിലവിളികൾ പോലും ആരും കേൾക്കില്ല. അവരെ സഹായിക്കാൻ മുഗീസ ലഹും, ഒരു സഹായി പോലും അവർക്ക് സഹായിക്കാൻ ഉണ്ടാവുകയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതാണ് പറഞ്ഞത്, നമ്മുടെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന വാഹനം പോലെയല്ല കടൽ വാഹനം. നമ്മളിപ്പോ റോഡിലൂടെ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പാതകളിലൂടെ നമ്മൾ പോകുന്ന കാറോ മറ്റ് ജീപ്പോ ബൈക്കോ ഏതോ ആകട്ടെ, 4 വീലറോ 2 വീലറൊക്കെ ആകട്ടെ, അപകടം മണത്താൽ സഹായിക്കാൻ പലരും ഓടിയെത്താൻ സാഹചര്യങ്ങളുണ്ട്. ഒന്ന് സൈഡ് ചേർത്ത് നിർത്താൻ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇറങ്ങി ഓടാൻ സാഹചര്യമുണ്ട്. എന്ത് നമുക്ക് പല വഴികളുണ്ട്. കടലിൽ, കപ്പലിൽ അല്ലെങ്കിൽ ബോട്ടിൽ ഇതെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ എന്ത് ചെയ്യും? എവിടെ പോകും? എവിടെ ചാടും? 4 വശത്തും കുതിച്ചു മറിയുന്ന തിരമാലകളാണ്. ആഴക്കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആരെ വിളിക്കും? എത്ര കൺട്രോൾ റൂം ഉണ്ടെങ്കിലും റബ്ബ് തീരുമാനിച്ചാൽ അവരുടെ എത്തണമല്ലോ. അപ്പോ ഈ ഒരു വല്ലാത്ത ഒരു ഭീതിജനകമായ ഒരു യാത്രയാണ് കപ്പൽ യാത്ര, അല്ലെങ്കിൽ കപ്പലിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ തന്നെ റബ്ബ് ഫോക്കസ് ചെയ്തിട്ട് കപ്പൽ നിർമ്മാണവും അതുപോലെ തന്നെ കപ്പലിന്റെ സഞ്ചാരത്തെ കുറിച്ചും അല്ലാഹു തആല പറഞ്ഞത്. വലാ സ്വരീഖ ലഹും, അവരുടെ ശബ്ദമോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ ആരും ഉണ്ടാവുകയില്ല. വലാ ഹും യുൻഖദൂൻ, അവരെ രക്ഷപ്പെടുകയുമില്ല, അവരെ രക്ഷപ്പെടുത്തുകയുമില്ല. അങ്ങനെ അവർ നശിച്ചു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഓതി വെക്കുന്നു. എന്തേ നശിച്ചു പോകാൻ കാരണം? അങ്ങനെ അല്ലാഹു തആല മുക്കി കൊലപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ്? അവരുടെ അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് അവർ അഹങ്കാരത്തിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല. അഹങ്കാരത്തിൽ ചമഞ്ഞുകൊണ്ട് ദുനിയാവിൽ, ഈ പ്രപഞ്ചത്തിൽ ആരും നടക്കേണ്ടതില്ല. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് റബ്ബ് തആല മാത്രമാണ്. ആ അഹങ്കാരത്തിനുള്ള പണിയാണ് റബ്ബ് ടൈറ്റാനിക്കിന് കൊടുത്തത്. ആ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോയ ടൈറ്റാനും കൊടുത്തത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അഹങ്കാരത്തിന് ഈ ദുനിയാവിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല. റബ്ബാണ് നിയന്ത്രിക്കുന്നവൻ, റബ്ബാണ് തരുന്നവൻ. ആ തരുന്നതിനെ തിരിച്ചെടുക്കാൻ റബ്ബിന് ചെറിയ നിസാര സെക്കൻഡ് മതി എന്ന് ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അമല് ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് പരിപൂർണ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.